ഭീകര ദുരിതങ്ങളുടെ കാലം. ഇതൊക്കെ ലോകത്തിൽ സംഭവിക്കുമെന്ന് കർത്താവും അപ്പോസ്തലന്മാരും മുന്നമേ പ്രവചിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞ ആകാശം ഭൂമിയും മാറിയാലും എൻ്റെ വചനം മാറുകയില്ല, എൻ്റെ വചനം മാറിപ്പോവുകയില്ല. ഇത് ഞാനും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ഒരു കഠിന പരീക്ഷയിലൂടെ സകല ഭൂവാസികൾ കടന്നു പോകേണ്ടി വരും. വെളിപാട് 3:10 ഈ സത്യം പഠിപ്പിക്കുന്നുണ്ട്. ലോകത്തിലുള്ള സകല ഭൂവാസികളെയും പരിശോധിക്കുവാനായി ഉണ്ടാകുന്ന പരീക്ഷണങ്ങളുടെ കഷ്ടതയുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കും. ഈ സംരക്ഷണം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ വിശ്വസ്തരായ ആത്മാക്കളായി മാറണം. വിശ്വസ്തരായ ആത്മാക്കളായി മാറണം. എൻ്റെ സഹോദരങ്ങളെ, ഭീകര ദുരിതങ്ങളുടെ കാലം, അങ്ങനെ സമയമുണ്ട് പ്രിയപ്പെട്ടവരെ. കഷ്ടതയുടെ ഉഗ്ര പീഡനത്തിൻ്റെ കാലം, ലോകം ആരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത ഉഗ്ര പീഡനങ്ങളെ കാലത്തിൽ ഉണ്ടാകുന്ന ഈശോ പറഞ്ഞത്. തെരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതി ആ ദിവസങ്ങൾ പരിമിതപ്പെടുത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ രക്ഷ പ്രാപിക്കുന്നവർ വളരെ 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 വിരളമായിരിക്കുമെന്ന് ഈശോ മുന്നറിയിപ്പ് നൽകി. അപ്പോൾ വെളിപാട് പുസ്തകത്തിലേക്ക് നിങ്ങൾ വന്ന് കേട്ടോ, അവിടെ 7 കാഹളങ്ങൾ, ആ 7 കാഹളങ്ങൾ ഊതുകയാണ്. ഊതുമ്പോൾ ഭൂമിയിൽ പല പല ഭീകര ദുരിതങ്ങൾ സംഭവിക്കുന്നത് കാണാൻ പറ്റും. ഒപ്പം ദൈവക്രോധത്തിൻ്റെ 7 പാത്രങ്ങൾ, ആ ബൗൾസ്, ആ പാത്രങ്ങൾ ഇങ്ങനെ ഒഴിക്കുമ്പോൾ സംഭവിക്കുന്ന തകർച്ചകൾ, നാശങ്ങൾ. വെളിപാട് പുസ്തകം 8-ാം അധ്യായം 6 മുതൽ 20 വരെയും, വെളിപാട് പുസ്തകം 11-ാം അധ്യായം 15 മുതൽ 19 വരെയും, വെളിപാട് പുസ്തകം 16-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളിൽ നമുക്ക് ഇത് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഈ ഭീകര ദുരിതങ്ങളുടെ കാലം, 3-ാമത്തെ കാലം അതെന്താണ്? അത് മനുഷ്യപുത്രൻ്റെ ആഗമന സമയമാണ്. ഇതിനുശേഷം നമ്മുടെ കർത്താവ് തൻ്റെ പരിശുദ്ധന്മാരോടുകൂടെ വാനമേഘങ്ങളിൽ എഴുന്നള്ളും. ഇത് കെട്ടുകഥയല്ല. ലോകം ഇനി കാണാൻ പോകുന്ന ഏറ്റവും വലിയ അത്ഭുതം എന്താ? നമ്മുടെ കർത്താവ് രാജാതി രാജാവായി തൻ്റെ പരിശുദ്ധന്മാരോടുകൂടെ വാനമേഘങ്ങളിൽ കുരിശടയാളത്തോടു കൂടി ആഗതനാകുന്നതാണ്. എല്ലാ മിഴികളും അത് ദർശിക്കും, സകല ഗോത്രങ്ങളും അത് കാണും. അഹങ്കാരികൾ ഞെട്ടിവിറയ്ക്കും, ലോകം ഭയന്ന് വിറയ്ക്കും. എന്നാൽ കർത്താവിനെ സ്നേഹിച്ച ആത്മാക്കൾക്ക് അത് ആനന്ദത്തിൻ്റെയും പ്രത്യാശയുടെയും വലിയ അനുഭവമായിരിക്കും. ഹല്ലേലൂയ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ ഏഴും നല്ലറായ പ്രത്യാശയോടൊന്ന് പാടിക്കേ. ആമേൻ, ആമേൻ കർത്താവേ. മാറാനാഥ, മാറാനാഥ, മാറാനാഥ. ജീസസ്, ജീസസ്. ആമേൻ. മനുഷ്യപുത്രന്റെ ആഗമന ദിനം, ആഗമന സമയം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 29 മുതൽ 42 വരെയുള്ള വചനങ്ങൾ. അതിൽ 29, 30, 31 വചനങ്ങൾ പ്രത്യേകം നമുക്കത് കാണാൻ പറ്റും. വെളിപാട് പുസ്തകത്തിൽ കൃത്യം അതിൻ്റെ ആ കണക്ഷൻ നമുക്ക് കാണാൻ പറ്റും. വെളിപാട് പുസ്തകം 19-ാം അധ്യായം 5 മുതൽ 16 വരെയുള്ള വചനങ്ങളിൽ നമ്മളത് കൃത്യമായിട്ട് കാണുകയാണ്. അപ്പം എൻ്റെ സഹോദരങ്ങളെ ശ്രദ്ധിച്ച്, കർത്താവായ യേശുവിൻ്റെ പ്രത്യാഗമനത്തെ വിളിച്ചറിയിക്കുന്ന പ്രധാനപ്പെട്ട 3 കാലങ്ങൾ. ഒന്ന്, ഈറ്റുനോവിൻ്റെ കാലം, വേദനകളുടെ ആരംഭം എന്ന് നമുക്ക് പരിശുദ്ധ വചനത്തിൽ കാണാൻ പറ്റും. 2-ാമത്തെ കാലം ഏതാണ്? ഭീകര ദുരിതങ്ങളുടെ കാലം. 3-ാം അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? മനുഷ്യപുത്രൻ്റെ ആഗമനം, നമ്മുടെ കർത്താവിൻ്റെ പ്രത്യാഗമനം. ഇതൊന്നും കെട്ടുകഥകളല്ല കേട്ടോ. ഇതൊന്നും മനുഷ്യനിർമ്മിതമായ സാങ്കല്പികമായ കഥകളല്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ കർത്താവും അപ്പോസ്തലന്മാരും ഇത് പ്രവചിച്ചിരിക്കുന്നു. സഭ 2000 വർഷമായി ഇത് വിശ്വസിച്ചു പോരുന്നു. പരിശുദ്ധ അമ്മ മാതാവിലൂടെ സ്വർഗം ഈ പ്രവചനങ്ങൾ ഈ നാളുകളിൽ സ്ഥിരീകരിച്ചു കൊണ്ടിരിക്കുന്നു. എത്രയോ വിശുദ്ധാത്മാക്കൾ ഇത് സാക്ഷ്യപ്പെടുത്തുന്നു, പ്രവാചകന്മാർ സാക്ഷ്യപ്പെടുത്തുന്നു, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഇത് സാക്ഷ്യപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, ഇത് വ്യക്തിപരമായ
ഇത് സഭയിൽ യഥാവിധി ഇനിയുള്ള നാളുകളിൽ പ്രഘോഷിക്കപ്പെട്ട് ദൈവജനത്തെ സത്യവിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തേണ്ട കാലമാണ് ഈ ഈറ്റുനോവിന്റെ കാലം. മനസ്സിലാകുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മളിത് മനസ്സിലാക്കണം. അപ്പൊ നമ്മളായിരിക്കുന്ന ഈറ്റുനോവിന്റെ കാലം, ഈ സമയത്തിന്റെ പ്രാധാന്യതയെ വിളിച്ചറിയിക്കുന്ന 4 അടിസ്ഥാന കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1, കർത്താവിൻ്റെ പരിശുദ്ധ വചനങ്ങളിലൂടെ. 2, പരിശുദ്ധ അമ്മ മാതാവിലൂടെ നൽകപ്പെടുന്ന പ്രവചന സന്ദേശങ്ങളിലൂടെ. 3, തിരുസഭയിലെ മാർപ്പാപ്പമാരുടെ പ്രസ്താവനകളിലൂടെ. 4, സഭയുടെ വിശുദ്ധാത്മാക്കളിലൂടെ. നമ്മളായിരിക്കുന്ന ഈ കാലത്തിൻ്റെ പ്രാധാന്യവും ഇതിൻ്റെ സമയവും നമ്മൾ തിരിച്ചറിയണം.